നമ്മുടെ കയ്യിൽ ഒരു 2 ലക്ഷം ഉണ്ടെന്ന് ആലോചിക്കും. അപ്പോൾ പലരും ചോദിക്കുന്നതാണ്, ഇപ്പം ഞാനത് ബാങ്കിൽ ഇട്ട് വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പലിശ വെച്ചിട്ട് കറണ്ട് ബില്ല് അടച്ചാൽ പോരെ, അല്ലെങ്കിൽ ഒരു FD ആയിട്ട് ഇടുകയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഫാക്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും ഇത് പോരെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കറണ്ട് ബില്ല് തീരെ ഇല്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ സോളാർ വെച്ച് കഴിഞ്ഞ ഒരാളാണ്. ഇത് രണ്ടാണെങ്കിലും ശരിയായിരിക്കും. അത് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ SIPയിലോ അല്ലെങ്കിൽ ബാങ്ക് ലോണിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും, ആ പൈസക്ക് റിട്ടേൺസ് കിട്ടും. പക്ഷെ നല്ല കറണ്ട് ബില്ലുള്ള ഒരാളെന്ന് ആലോചിക്കും. ഒരു 6000 രൂപ കറണ്ട് ബില്ലുള്ള ഒരാൾ, ഇടത്തരം കുടുംബം, ഒരു 5000 തൊട്ട് 6000 രൂപ കറണ്ട് ബില്ലുള്ള ഒരാളാണെന്ന് ആലോചിക്കും. അയാളെ സംബന്ധിച്ചോളം ആദ്യം അയാൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ പറയുന്ന എമൗണ്ട് സേവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. അങ്ങനെ പറയാൻ കാരണം, ഒരു 6000 രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരാൾക്ക് 2 ലക്ഷം രൂപയുടെ ഇൻ ആൻഡ് അറൗണ്ട് ആണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുള്ളൂ. ഈ 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഗവൺമെന്റ് 78,000 രൂപ തിരിച്ചറിയാണ്. മനസ്സിലായോ? അത് കഴിഞ്ഞ് 78,000 രൂപ അവന്റെ ഈ മുതലിലേക്ക് തിരിച്ചു തരികയാണ്. അപ്പൊ അവന്റെ കയ്യിൽ നിന്ന് എഫക്റ്റീവായിട്ട് ഇറങ്ങിയിരിക്കുന്ന കാശ് എന്താ? 1,22,000 രൂപയാണ്. ഈ 1,22,000 രൂപ നമ്മൾ വെറുതെ ബാങ്കിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 2.5% തൊട്ട് 5.5% മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. നീ അതെല്ലാം ഒരു FD ആയിട്ട് ഇടുകയാണെങ്കിൽ, ഒരു വളരെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾ ഇട്ടാൽ പോലും അയാൾക്ക് കിട്ടുന്നത് പറയുന്നത് ഒരു 8% അല്ലെങ്കിൽ 8.5% വരെയൊക്കെയാണ് സീനിയർ സിറ്റിസണ് കിട്ടുന്നത്. അതല്ല, ഇനി നമ്മുടെ നാട്ടിലെ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 12% നമുക്ക് മാക്സിമം കിട്ടുന്നത്. ഈ 1,22,000 രൂപയ്ക്ക് 12% മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ പോലും ഒരു 14,500 രൂപ അല്ലെങ്കിൽ 15,000 രൂപയാണ് നമ്മുടെ ആനുവൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇതേ പൈസ നമ്മൾ സോളാറിൽ ഒരു 6,000 രൂപ കറണ്ട് ബില്ലുള്ള ഒരാൾ സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 6,000 രൂപ നമുക്ക് സേവ് ചെയ്യാം. ഈ 6,000 രൂപ സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വർഷം എത്രയും 36,000 രൂപ നമുക്ക് സേവ് ചെയ്യാം. മനസ്സിലായോ? അതായത് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു 14,000-15,000 രൂപ കിട്ടുന്നിടത്ത് 36,000 രൂപയാണ് നമ്മളുടെ സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള സേവിങ്. അപ്പൊ നമുക്ക് കറണ്ട് ബില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ, കറണ്ട് ബില്ല് ഒരു ഈ പറഞ്ഞ 5,000 രൂപ 6,000 രൂപ കറണ്ട് ബില്ലൊക്കെ ഉണ്ടെങ്കിൽ, അയാൾ ആദ്യം അയാളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സോളാറിലാണ്. സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് വേറെ ഏത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും അദ്ദേഹത്തിന് ലാഭകരമായിട്ട്. പിന്നെ അത് മാത്രമല്ല, സോളാർ വെക്കുന്നതോടെ ഇവന്റെ ജീവിതശൈലിയിൽ മാറ്റം വരുന്ന സാധനങ്ങൾ ആഡ് ഓൺ ആകുകയാണ് ചെയ്യുന്നത്. അതെ. അത് മാത്രമല്ല, ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ ഒരു കസ്റ്റമർ 3,500 രൂപയൊക്കെ കറണ്ട് ബില്ലുള്ള ഒരാളായിരുന്നു. അയാള് ചെയ്തെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് ശേഷം അയാളുടെ കുക്കിംഗ് കംപ്ലീറ്റ് ഇൻഡക്ഷൻ ഈ ഹീറ്ററിലേക്ക്, ഇൻഡക്ഷൻ കുക്കറിലേക്കൊക്കെ മാറി. അതേപോലെ ഗ്യാസ് ലാഭിച്ചു. അപ്പോൾ 1,000 രൂപ അവിടെ ലാഭിച്ചു. പിന്നെ പുള്ളി ട്രാവലിംഗും EVയിലേക്ക് മാറി. EV കാറുകൾ എടുത്തു. IT വർക്ക് ചെയ്യുന്ന ആളാണ്. എല്ലാ ദിവസം EVയിൽ പോയിട്ട് വരുന്ന രീതിയിലേക്ക് പെട്രോളും ലാഭിച്ചു. ശരിക്കും ഈ ഒറ്റ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഇയാളുടെ 7,000 രൂപയുടെ EVയുടെ പെട്രോൾ ചാർജസും 1,000 രൂപ മറ്റേ ഗ്യാസ് ചാർജസും ഒക്കെ ലാഭിക്കാം. പ്ലസ് കറണ്ട് ബില്ല് ലാഭിക്കുകയും ചെയ്യും. അപ്പൊ ഇത് സോളാർ വെക്കുന്നതോട് കറണ്ട് ബില്ലിന് ആനുപാതികമായിട്ട് പലതും ലാഭിക്കാൻ സാധിക്കും. അതെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാണ് ലാഭം. ഇതാണ് ലാഭം.